ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ലേഡീസിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാരി പ്രീ പ്ലീറ്റിങ്ങും ബോക്സ് ഫോൾഡിങ്ങും ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ലേഡീസ് സാധാരണ സാരി ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് മൊമെന്റിൽ അമ്മമാരെയോ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ സാരി ഉടുക്കാൻ വേണ്ടി തപ്പി നടക്കേണ്ടി വരും. നോർമലായിട്ട് ബ്രൈഡിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാരി ഡ്രേപ്പിസ്റ്റ് ഒക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് സാരി ഡ്രേപ്പ് ചെയ്യും. പക്ഷേ കുടുംബത്തിലെ എല്ലാവർക്കും സാരി ഡ്രേപ്പിസ്റ്റ് വന്ന് ഡ്രേപ്പ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമുക്ക് പക്ക പ്രൊഫഷണൽ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സാരി 5 മിനിറ്റ് കൊണ്ട് ഡ്രേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം. കണ്ടാൽ പോരാ, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിൻ്റെ ഓരോ സ്റ്റെപ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഞാനും ഇതുപോലെ വീഡിയോ കണ്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. 1-2 പ്രാവശ്യം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പക്ക പ്രൊഫഷണൽ ആയിട്ട് എല്ലാവരും ആരെ സാരി ഉടുത്ത് തന്നെയെന്ന് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് സാരി ഉടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണണം കേട്ടോ. എന്നിട്ട് സിൽക്ക് സാരിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങളുടെ സാരി അയൺ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് സിൽക്ക് ക്ലോത്തിന് പറ്റിയ ഹീറ്റിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാരി കത്തിപ്പോവും. പിന്നെ എന്നെ പറയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരിക. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ ചാനലിൽ കിഡ്സിൻ്റെ ഫ്രോക്സും അതുപോലെ തന്നെ ലേഡീസിൻ്റെ കുർത്തീസും ഡിസൈനർ വെയർസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി വന്ന് എന്നെ ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബുട്ടീക്കിൽ കട്ടിങ് ടേബിൾ വെച്ചിട്ടാണ് ഇത് അയൺ ചെയ്യുന്നുള്ളത്. അയൺ ടേബിൾ ആണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇവിടെ കട്ടിങ് ടേബിളും അയൺ ടേബിളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിനി പല്ലു പ്ലീറ്റ് എടുത്ത് തുടങ്ങാം. പല്ലു പ്ലീറ്റ് എടുക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പല്ലുവിന് എത്ര വീതി വേണം അതിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് ഫോൾഡ് ചെയ്തെന്നുള്ളത് കേട്ടോ. ആ ബോർഡറിനനുസരിച്ചാണ് ഫോൾഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നിർത്തി കൊടുക്കുക. നിർത്തി കൊടുക്കുമ്പോൾ അവിടെ കണ്ടോ ഒരു മാർക്ക് വരില്ലേ, അത് നമുക്ക് അങ്ങനെ വിട്ടു കൊടുക്കാം. ആ മാർക്കിൻ്റെ അവിടെ അത് നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ഞാൻ ഈ ഫോൾഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു മാർക്ക് വരും. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അയൺ ചെയ്ത് കൊടുക്കുക. ഈ പ്രൊസീജിയർ നമുക്ക് എത്ര വീതി വേണോ, പല്ലു പ്ലീറ്റ് എത്ര വീതി വേണോ അതിനനുസരിച്ചിട്ട്, കാരണം നമ്മൾ ഫസ്റ്റ് ഫോൾഡ് എത്ര വീതിയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ അതിൻ്റെ ചെറുതാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നിർത്തി കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പല്ലു പ്ലീറ്റ് എടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളായ മെത്തേഡാണ് കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ അളവ് നോക്കി അയൺ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്താൽ ആ ഫോൾഡിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പല്ലു പ്ലീറ്റ് എടുത്തു കൊടുക്കാം. കണ്ടോ ഇത്രയും സിമ്പിളാണ്. ഇപ്പോൾ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഒരുപോലെ വെച്ചിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. പക്ഷേ അയൺ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. കാരണം നല്ല സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു സിൽക്കിൻ്റെ ഹീറ്റിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണം അയൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പിന്നു കുത്തിക്കൊടുത്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വലിച്ച് പിടിച്ച് നമ്മുടെ പല്ലു പ്ലീറ്റ് എത്ര ലെങ്ത്തിൽ വേണോ അതിനനുസരിച്ച് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മണിക്കൂറിനാണ് ഇട്ട് നോക്കുന്നുള്ളത്. അപ്പം നമ്മൾ ആ ലെങ്ത്ത് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അവിടെയും ഒരു പിന്നൂത്തി കൊടുക്കാം. പിന്നൂത്തിയിട്ട് നന്നായിട്ടൊന്ന് നല്ല വലിച്ചിട്ട് പിന്നൂത്തി കൊടുക്കാം കേട്ടോ, എവിടെയും ഫോൾഡൊന്നും ആവാത്ത രീതിയിൽ. അപ്പം ഞാനിവിടെ നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒരു പിന്നൂത്തി കൊടുക്കുന്നുണ്ട്. അപ്പം പല്ലു പ്ലീറ്റ് നന്നായിട്ട് എടുത്തു കഴിഞ്ഞു. അയൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്ലീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമ്മളതൊന്ന് ഒരു വി ഷേപ്പിലാണ് കേട്ടോ വരിക, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ടുള്ളൊരു വി ഷേപ്പിലാണ് വരിക. എന്നിട്ട് നമുക്ക് ആ പ്ലീറ്റൊക്കെ ഒന്ന് ഓൾറെഡി നമ്മൾ പല്ലുവിന് എടുത്ത പ്ലീറ്റ് തന്നെയാണ്, അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചെയ്ത് സാരി എടുക്കും നല്ല പ്രൊഫഷണൽ ലുക്കിൽ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിപ്പോവും, ആരാ സാരി ഉടുപ്പിച്ച് തന്നേന്ന് എന്തായാലും ആൾക്കാർ ചോദിക്കും. അപ്പോൾ നമുക്ക് കല്യാണത്തിനൊക്കെ ഒന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ 1-2 ദിവസം മുമ്പേ ഒക്കെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ ചെസ്റ്റ് പോർഷൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മുടെ മുട്ട് വരെ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് സാരി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ സെൻറ്റർ പ്ലീറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ടാവുക അവിടെ നമുക്കൊരു പിന്നൂറ്റി കൊടുക്കുക, ഒരു അടയാളത്തിന് വേണ്ടിയാട്ടോ. നമുക്ക് പ്ലീറ്റ് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ സാരി ആദ്യം ചുറ്റുമല്ലോ, അവിടെ നിന്ന് ചുറ്റിയതിന് ശേഷം ഒരു റൗണ്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ സെൻറ്റർ പ്ലീറ്റ് എവിടെയാണ് എൻഡാവുക അവിടെ നമുക്കൊരു പിന്നൂറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, പ്ലീറ്റ് എടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എവിടെ വരെ പ്ലീറ്റ് എടുക്കേണ്ടതെന്നുള്ള ഒരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിന്ന് വെച്ച് അടയാളം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് സാരിക്കൊക്കെ നിങ്ങൾ എപ്പോഴും സാരി എടുക്കുമ്പോൾ എങ്ങനെയാണ് പ്ലീറ്റ് എടുക്കുക അതുപോലെ തന്നെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. ചെറുതായിട്ട് വേണോ വലുതായിട്ട് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തു കൊടുക്കുക. ഇപ്പം ഞാൻ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്കിതിനി ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ടേബിളിൽ വെച്ചിട്ട് നല്ലോണം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്ലീറ്റിൻ്റെ മേലെ മറ്റൊരു പ്ലീറ്റ് കുറച്ചൊരു ഗ്യാപ്പിൽ, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്ലീറ്റും പുറത്തോട്ട് നല്ല രീതിയിൽ കാണും. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തിട്ട് പിന്നൂത്തി കൊടുക്കുന്നുണ്ട്. പിന്നൂത്തി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് താഴെയും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് താഴെ പിടിച്ചിങ്ങനെ നന്നായിട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ എല്ലാ പ്ലീറ്റും കറക്റ്റായിട്ട് നമുക്ക് താഴെയും കിട്ടും. ഇപ്പം ഞാൻ അതുപോലെ വലിച്ചു പിടിച്ച് നല്ലോണം പ്ലീറ്റ് കറക്റ്റാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മേലെ പ്ലീറ്റ് എടുത്ത് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് താഴെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ താഴത്തെ പ്ലീറ്റും അറേഞ്ച് ആവും. അപ്പോൾ താഴെയും നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനത് നല്ലോണം അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെയും ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സെൻറ്റർ പ്ലീറ്റും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അയൺ ചെയ്ത് ഞാൻ പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്ത് കൊടുത്ത് ബാക്കി ഇനി നമുക്ക് നമ്മുടെ സാരി ഒന്ന് അടിമറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ആ സെൻറ്റർ പ്ലീറ്റിൻ്റെ അവിടം കൊണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പല്ലു പോർഷൻ ഉണ്ടല്ലോ എടുത്തിട്ട് നമ്മുടെ ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഫോൾഡിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരിയുടെ എൻഡ് എടുത്തിട്ടായിട്ട് നമുക്ക് ഈ സെൻറ്റർ പ്ലീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മേലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വൃത്തികേടായിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മുടെ പല്ലു പോർഷൻ ഉണ്ടല്ലോ നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ ബോക്സിൻ്റെ മേലെ വരുന്ന രീതിയിൽ വിട്ടു കൊടുക്കണം. ബാക്കിയൊക്കെ ആ പ്ലീറ്റൊക്കെ കണ്ടോ ഇത്രയും പോർഷൻ നമുക്ക് വിടുക. എന്നിട്ട് ബാക്കിയെല്ലാം ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഒതുങ്ങുന്ന രീതിയിൽ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്ത പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതുപോലെ ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഫോൾഡ്, സെക്കൻഡ് ഫോൾഡ് ഇങ്ങനെ, എന്നിട്ട് മൂന്നാമത് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാലൻസ് വിട്ടിട്ടുള്ള പല്ലു പോർഷൻ ഇതിൻ്റെ മേലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അത്രയും നീറ്റായിട്ട് അത്രയും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതുപോലെ ചെയ്യുമല്ലോ. അപ്പം ഞാൻ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ചുറ്റി സാരീനെ ചുറ്റും എടുത്തിട്ടുണ്ട് പല്ലു പ്ലീറ്റിൻ്റെ എക്സ്ട്രാ പോർഷൻ. എന്നിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് ആ സാരീൻ്റെ അകത്തോട്ട് ആ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നീറ്റായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ.
സിമ്പിളാണ് നമ്മുടെ സാരി പ്രീ പ്ലീറ്റിങ്ങും അതുപോലെ തന്നെ ബോക്സ് ഫോൾഡിങ്ങും ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ സാരി ഡ്രേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും പക്ക പ്രൊഫഷണലായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ട്രൈ ചെയ്യണം, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.